ഇവര് കഴിക്കുന്ന ശബ്ദം കേൾക്കുമ്പോ എന്റെ ശരീരത്തിലുള്ള എല്ലുകളെല്ലാം പൊടിയുന്നത് പോലെയാ തോന്നുന്നേ. കിങ് ഐറോൺസ, പറ മോട്ടു പത്ലു, എന്ത് വാർത്തയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? മോഷ്ടാവ് ഇപ്രാവശ്യം ഞങ്ങളുടെ തെറ്റ് കാരണം രക്ഷപ്പെട്ടു പോയി. ഞങ്ങൾ ചെയ്ത തെറ്റ് എന്താന്ന് വെച്ചാൽ അവനെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെന്ന് വിചാരിച്ചത് മാത്രമാണ്. അടുത്ത പ്രാവശ്യം മോഷ്ടാവ് എവിടെയാണെന്ന് കണ്ടെത്തിയാൽ ഉടൻ അവനെ ഞങ്ങള് അപ്പൊ തന്നെ തീർക്കുന്നതായിരിക്കും. ഒരു കുഴപ്പമില്ല. ഓൾ ദി ബെസ്റ്റ് മോട്ടു പത്ലു. നിങ്ങളെ രണ്ടുപേരെയുമാണ് ഞങ്ങളുടെ മെറ്റൽ വേഴ്സ് വിശ്വസിക്കുന്നത്. രക്ഷപ്പെടാൻ പാടില്ല കേട്ടോ. ഇതെന്താ പത്ലു, എന്റെ ശരീരം വല്ലാതെ ചൂടാവുന്നത്? ഒരുപക്ഷെ മെറ്റലുകൾ ഉരയുമ്പോ അങ്ങനെ സംഭവിക്കുന്നു എന്നാ തോന്നുന്നേ. എന്റെ അമ്മോ, ഇയാള് സ്നേഹിക്കുകയാണോ അതോ കൊല്ലുകയാണോ? സ്നേഹം കുറച്ച് കൂടിപ്പോയെന്ന് തോന്നുന്നല്ലോ പത്ലു. രാജാവേ, അതിനെ വിട്. നമ്മുടെ പണി തീരുമെന്നാ തോന്നുന്ന. മോട്ടു വാ, ഓടാം. കള്ളന്മാർ ഓടി രക്ഷപ്പെടുന്നു. കള്ളന്മാർ ദേ ഓടി രക്ഷപ്പെടുന്നു. സ്നേഹം വല്ലാതെ കൂടുകയാണല്ലോ. അയ്യോ, 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 കള്ളന്മാര് ഞങ്ങളല്ലേ. അതെ, ഞാൻ പോലീസാണ്. അയ്യോ, അയ്യോ, ആരെങ്കിലും രക്ഷിക്കണേ. ഇത് ഞാനാ, സിൽവറാട്ടോ, സിൽവറാട്ടോ. വേഗം ഓടി രക്ഷപ്പെട്ടോ. എവിടെയാണോ ഓടുന്നത്? ഇങ്ങോട്ട് വാ. എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? പറഞ്ഞോ വേഗം. എന്റെ അമ്മോ, ഇവിടെ നമ്മളെല്ലാരും തല്ലുകൊല്ലാൻ വേണ്ടി മാത്രം വന്നതുപോലെ ഉണ്ടല്ലോ. അതെ, ഞാൻ ഇങ്ങനെ തന്നെ അടി വാങ്ങിക്കൊണ്ടിരുന്ന ഞാൻ എപ്പോഴാ ഷൂട്ട് ചെയ്യാ? ഐ ആം വെരി സോറി. അദ്ദേഹത്തിന്റെ മെറ്റൽ ബാലൻസ് വളരെ മോശമായിരിക്കുകയാണ്. ചില സമയത്ത് എന്നെ പോലും മറന്നു പോവും. മോട്ടു സർ, മോട്ടോരെ ഉള്ള സ്ഥലം ഇപ്പൊ പിടികിട്ടി. വരൂ സർ. അവനെ പിടിക്കുവാൻ വേണ്ടി ഞങ്ങൾക്കൊരു പവർഫുൾ മാഗ്നറ്റ് അത്യാവശ്യമാണ്. ആ മെറ്റലിലേക്ക് പിടിച്ചു വലിക്കുന്നത് പോലെയുള്ളത്. പക്ഷേ നിങ്ങൾ ചോദിക്കുന്ന പോലെയൊന്നും ഇവിടെ കിട്ടില്ല. പക്ഷേ അതുപോലൊരു ഗാഡ്ജറ്റ് എന്റെ കയ്യിലുണ്ട്. ഇതാ പിടിച്ചോളൂ. വരൂ. വാവ്, എന്തൊരു അത്ഭുത കാഴ്ചയാണത്. പത്ലു, നീ ഐഡിയ അപ്പൊ പറഞ്ഞില്ലായിരുന്നോ? അതെന്ത് ഐഡിയ ആണെന്ന് പറഞ്ഞില്ലല്ലോ. എന്റെ ഐഡിയ ഇത് തന്നെയാണ്. ഞാൻ കിങ് ഐറോൺസയോട് ഇപ്രാവശ്യം ഓണ്ടോറിയ ഇരിക്കുന്ന സ്ഥലം കണ്ടെത്തിയാൽ ഉടൻ തന്നെ അവനെ അവിടെ തന്നെ വെച്ച് തീർക്കുമെന്ന് പറഞ്ഞു. ഇതിനു മുമ്പ് നമ്മൾ ഓണ്ടോറിയ പിടിക്കാൻ പോകുന്ന സമയത്ത് അവൻ ആരാണോ ന്യൂസ് കൊടുത്തത് അവൻ നമ്മുടെ കൂടെ ഇരുന്നവൻ തന്നെയായിരിക്കും. ചിലപ്പോ ഗാർഡോ സ്റ്റാഫോ ആരെങ്കിലും ഒക്കെ ആയിരിക്കും. നമ്മൾ സംസാരിക്കുന്നത് ഒളിഞ്ഞു കേൾക്കുന്ന ആളായിരിക്കും. ഇപ്പൊ ആ ആള് നീ വീണ്ടും പറയുന്നത് കേട്ടിട്ട് ഓണ്ടോറിയയുടെ അഡ്രസ് സിൽവർ അറ്റോയ്ക്ക് കൊടുത്തു കാണുമായിരിക്കും. ഇപ്പൊ തന്നെ നമുക്ക് പോയി ഓണ്ടോറിയയുടെ കഥ അങ്ങ് അവസാനിപ്പിച്ചേക്കാം. മോഷ്ടിച്ചു എന്നുള്ള തെളിവ് അങ്ങ് അവസാനിക്കുമല്ലോ. യെസ്, അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് കള്ളൻ ഓണ്ടോറിയോ അല്ല, അവനെ ആരൊക്കെയോ ചേർന്ന് കൊടുക്കുന്നതാണ്. കള്ളൻ ആ ഇൻഫോർമറാണ്. ഓണ്ടോറിയെ കുറിച്ച് നമ്മളോടും നമ്മളെ കുറിച്ച് ഓണ്ടോറിയോടും മാറ്റി മാറ്റി പറയുന്നവൻ തന്നെയാണ്. എല്ലാരും ഒന്ന് നിന്നേ. ഓണ്ടോറിയ ഉള്ള ലൊക്കേഷൻ ദേവിടെ അടുത്ത് തന്നെ എവിടെയോ കാണിക്കുന്നത്. എവിടെയാണ് ആ ഓണ്ടോറിയോ? മോട്ടു പത്ലു, വരൂ. ഞാൻ നിങ്ങൾ എല്ലാവർക്കും വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഓണ്ടോറിയോ, ഇപ്രാവശ്യം ഞങ്ങൾ നിന്നെ പിടിക്കാൻ വേണ്ടി വന്നതാണ്. എന്നെ നിങ്ങൾ പിടിക്കുന്നു. ഷോൾഡർ അറ്റാക്ക്.
ഓടിക്കോ. മോട്ടു, എന്തായാലും ശരി, നമുക്ക് അവനെ രക്ഷിക്കണം. അല്ലെങ്കിൽ മെറ്റൽസു എവിടെയാണ് ഉള്ളതെന്ന് നമുക്ക് ഒരിക്കലും അറിയാൻ കഴിയില്ല. വേഗം വരൂ, ഞങ്ങൾ നിന്നെ രക്ഷിക്കാം. മോട്ടാറിയോ, നിർത്ത് നിർത്ത്, എന്നെ രക്ഷിക്ക, പ്ലീസ് സഹായിക്ക. മോട്ടു പത്ലു, ഞങ്ങൾ ഞങ്ങളുടെ ലോകത്തെ രക്ഷിക്ക. മോട്ടു പത്ലു, സഹായിക്ക. ആരോ അവിടെ നിൽക്കുന്നുണ്ട്. അവരാണ് വലിച്ചുകൊണ്ടിരിക്കുന്നത്. ഓണ്ടാരിയോ, മോട്ടു പത്ലു എസ്കേപ്പ് ആയേക്ക്. എസ്കേപ്പ്. എന്താ ഇത്? മിക്കി, നിനക്കൊന്നും സംഭവിക്കില്ല മിക്കി. മോട്ടു വേഗം പോയി അവരെ രക്ഷിക്ക. ഞാൻ മാഗ്നറ്റിക് ഗാഡ്ജറ്റ്സ് മൂലം അവരെ പറ്റുന്നത്ര തടഞ്ഞു നിർത്താം. മോട്ടു ചേട്ടാ, രക്ഷിക്കേ. മിക്കി, ഒന്ന് വേഗം രക്ഷിക്കേ. ഒന്ന് വേഗം വാ. മോട്ടു വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ. വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അമ്മേ. മോട്ടു പത്ലു, സഹായിക്ക. മോട്ടു വേഗം ഓണ്ടാറിയോയെ രക്ഷിക്ക. സഹായിക്ക. താങ്ക്സ് മോട്ടു ചേട്ടാ. മോട്ടു പത്ലു, നന്ദിയുണ്ട്. നിങ്ങൾ രണ്ടുപേരും എന്റെ അടുത്ത് പറഞ്ഞ പോലെ അത്രയും മോശക്കാരൊന്നുമല്ല. നിങ്ങളോട് പറഞ്ഞ പോലെയോ? ശരി ശരി. നിങ്ങളോട് ഞങ്ങൾക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട്. ഓരോന്നായിട്ട് പറയണം. എല്ലാ ഡീറ്റെയിൽസും പറയ. കുറെ ദിവസങ്ങളായി ഇവിടെ ഒരു പുതിയ ക്രീച്ചർ വന്നിട്ടുണ്ട്. അത് ഏതാ ക്രീച്ചർ എന്ന് ആർക്കും അറിയില്ല. ഇതുവരെ ആരും കണ്ടിട്ട് പോലുമില്ല. പക്ഷേ ആരെയൊക്കെ വലിച്ചുകൊണ്ട് ആ ഗുഹയുടെ അകത്തേക്ക് കൊണ്ടുപോകുന്നു, അവരൊരിക്കലും തിരിച്ചു വരികയില്ല. അതൊക്കെ ശരിയാണ്. പക്ഷെ നീ തുടക്കം മുതൽ ഞങ്ങളെ കൊല്ലണമെന്ന് ആഗ്രഹിച്ചില്ലേ? അതിന്റെ കാരണം എന്താണെന്ന് പറയേ. കാരണം നിങ്ങൾ എന്നെ ഒരു മോശക്കാരെ വിചാരിക്കുന്നു എന്ന് വാർത്ത വന്നു. പിന്നെ നിങ്ങൾ എന്നെ പിടിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുപോകത്രേ. പക്ഷേ ഞാനൊന്നും മോഷിച്ചില്ലല്ലോ. എന്റെ അമ്മോ മോട്ടു പത്ലു, നിങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? അതെ സിംഗ സാർ, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. മോട്ടു, ഈ ഓണ്ടോറിയോടെ നമ്മൾ വെറുതെ വിടാൻ പാടില്ല. സിംഗ സാർ, ഇവർ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാൻ സാറിനോട് പിന്നീട് എല്ലാം വിശദമായി പറഞ്ഞു തരാം. മോട്ടു പത്ലു, അപ്പൊ ഞാൻ പോവുകയാണ്. എന്റെ ജീവനെ രക്ഷപ്പെടുത്തിയത് ഒരുപാട് നന്ദിയുണ്ട്. അതെ ചെങ്ങായി, നീ എപ്പോഴും സൂക്ഷിച്ചിരിക്കണം കേട്ടോ. അതുപോലെ തന്നെ ഉണ്ടാരിയോ, നീ എപ്പോഴും നല്ല ജാഗ്രതയോട് കൂടി ഇരിക്കണം. നമുക്ക് പിന്നീട് കാണാം. മോട്ടു പത്ലു, നിങ്ങൾക്ക് ഒരിക്കൽ കൂടി എന്നെ നന്ദി അറിയിക്കുന്നു. ബൈ ബൈ ഉണ്ടാരിയോ, ബൈ ബൈ. ബൈ ബൈ. അവരെവിടെ പോയി? എവിടെ പോയി? ഇതെങ്ങനെയാണ് ഓരോ പ്രാവശ്യവും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ നിങ്ങളെ കാണാതെ പോകുന്നത്? എന്തോ പ്രശ്നം വരാൻ പോകുന്നുണ്ടെന്ന് നിങ്ങൾക്ക് മുൻപേ അറിഞ്ഞ പോലെയാണല്ലോ പെരുമാറുന്നത്. പൊളിച്ചെടുത്തല്ലോ മമ്മി. എന്താണോ സിറ്റുവേഷൻ ഇനി മോശമായിക്കൊണ്ട് പോവാണല്ലോ. എന്റെ അമ്മച്ചിയെ, ഒന്ന് വേഗമാകട്ടെ. ഈ നഗരം മുഴുവൻ മെറ്റലുകൾ ചീത്തയായിട്ട് പൊട്ടിക്കൊണ്ടിരിക്കുക. ഞാൻ മാത്രം രക്ഷപ്പെടുത്തിയോണ്ട് ഒരു കുന്തവും ആവുന്നില്ല. വലിയ പ്രോബ്ലംസിന്റെ സൊല്യൂഷൻ ആലോചിക്ക് എന്റെ അമ്മച്ചിയെ. ചേടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, വലിയ പ്രശ്നം തീർക്കാൻ വേണ്ടിയല്ലേ മോട്ടു മൊത്തം പോയിരിക്കുന്നേ. അവരെ വിശ്വസിച്ചാൽ മാത്രം മതി സർ. മോട്ടു പത്ലു, എന്തേലും വേഗം ചെയ്യൂ. ഇതൊക്കെ എന്തുവായി സംഭവിക്കുന്നത്?
അതെ അതെ, ഞാനിപ്പോ അവിടെ എത്തിക്കൊണ്ടിരിക്കുക. കുറച്ചു നേരത്തിനകം ഞാനിപ്പോ അവിടെ എത്തും. അയ്യോ, ഓടിക്കോ ഇവിടുന്ന്. കിങ് ഐറൺസ, ഒരു ദിവസം കഴിഞ്ഞു. ഇപ്പൊ നിങ്ങൾ ഈ സിംഹാസനം വിട്ട് ഇറങ്ങിയേ പറ്റൂ. വേറെ ആരെങ്കിലും രാജാവാക്കൂ. അപ്പോഴാണ് അദ്ദേഹം വന്ന് മെറ്റൽ സോങ്ങിനെ കണ്ടുപിടിച്ച് ഞങ്ങളെ രക്ഷിക്കൂ. എന്താ ഇത്? ആദ്യം കള്ളനുള്ള ശിക്ഷ എന്താന്ന് വെച്ചാൽ കൊടുക്ക്. അതിനുശേഷം നിങ്ങൾ ആരെ വേണമെങ്കിലും രാജാവാക്കിക്കോളൂ. കള്ളനോ? ആരാണ് കള്ളൻ? വേഗം പറ. കള്ളൻ അവനാണ്. ഒണ്ടാരിയോടെ ID കാർഡ് അടിച്ചു മാറ്റിയ അതേ ആള് തന്നെ. അതെടുത്തോണ്ട് പോയി ഹോളി കേവിനുള്ളിൽ ഇട്ടവൻ തന്നെ. അപ്പോൾ സംശയം ഒണ്ടാരിയുടെ മേളിലേക്കല്ലേ പോവുള്ളൂ. അത് മാത്രമല്ല, ഞങ്ങൾ അവനെ പിടിക്കാൻ പോകുമ്പോഴൊക്കെ അവൻ ഒണ്ടോരിയോയ്ക്ക് ഇൻഫർമേഷൻ കൊടുക്കുന്നുമുണ്ട്. ആ സമയത്ത് ഒന്നിൽ ഒണ്ടാരിയോ രക്ഷപ്പെട്ടു ഓടിക്കളയും, ഇല്ലെങ്കിൽ അവന്റെ പേടി കൊണ്ട് ഞങ്ങളെ ഇല്ലാതാക്കി കളയും. മോഷ്ടാവ് ഇടയ്ക്കിടയ്ക്ക് ഫോൺ ചെയ്ത് സിൽവറട്ടോയെ നിങ്ങൾക്കെതിരായി പ്രവർത്തിപ്പിക്കുന്നവൻ തന്നെയാണ്. അപ്പോഴല്ലേ നിങ്ങൾ നിങ്ങളുടെ രാജസിംഹാസനത്തിൽ നിന്ന് ഇറങ്ങുക. എന്നാൽ നോക്ക്, ഓണ്ടാരിയെ ഓടിയിട്ടില്ല. അവന് ഞങ്ങളെ ഒന്നും ചെയ്യാനും കഴിഞ്ഞിട്ടില്ല. അവൻ ഞങ്ങളുടെ കൂടെ ദേ ഇവിടെ വന്നിട്ടുണ്ട്. ഓണ്ടാരിയോയെയും ഞങ്ങളെയും വീണ്ടും വീണ്ടും കൊല്ലാൻ ശ്രമിക്കുന്നവനാണ് കള്ളൻ. കാരണം അപ്പോഴല്ലേ അവന്റെ മേലെ യാതൊരു സംശയവും തോന്നാതിരിക്കുക. നിങ്ങൾ രണ്ടുപേരും എന്താ വീണ്ടും വീണ്ടും എന്നെ നോക്കി സംസാരിക്കുന്നേ? എനിക്ക് തോന്നുന്നത് കള്ളൻ ഞാനല്ല, നിങ്ങളാണെന്നാ. നിങ്ങൾ ഓണ്ടാരിയുടെ ഒപ്പം ചേർന്ന് ചതിക്കുകയല്ലേ? ഓണ്ടോറിനെ പിടിക്കാൻ വേണ്ടി ഞാൻ എപ്പോ ഇൻഫർമേഷൻ തന്നാലും നിങ്ങൾ അവനെ പിടിക്കാതെ ഓരോ തവണയും രക്ഷിക്കുകയല്ലേ? എന്താ? എനിക്ക് സിൽവറട്ടോ പറയുന്നതാണ് സത്യമെന്ന് തോന്നുന്നു. Watch India's largest kids library only on Jio Hotstar. Download the app now.